ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവൊക്കെ ആയിട്ട് വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ഇലയട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിറക്കണത്. അപ്പോൾ നമ്മളിതാ പച്ചരി കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 നാഴി പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കുതിർന്നിട്ട് നമ്മളിതാ വെള്ളമൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വല്ലാതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്താനുള്ളൊരു ലെവൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാറ് കറങ്ങാൻ തരത്തിലുള്ള തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത്. വെളിച്ചെണ്ണ നമ്മൾ ഒരു ലേശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലയിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടും കയ്യിൽ ഒട്ടി ഇരിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. കയ്യിൽ നമ്മൾ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശർക്കര നന്നായി കുത്തി ഉടച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമ്മിയിലിട്ടിട്ട് കുത്തി പൊട്ടിച്ച് നേരെ ഇതിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇല ഞാൻ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല ഞാനിതാ നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലതുപോലെ കയ്യൊക്കെ കഴുകി വൃത്തിയാക്കി ഇലയൊക്കെ നന്നായി തുടച്ചിട്ട് നമ്മളിതാ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ നന്നായി കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ പരത്തി കൊടുക്കണം. അപ്പോൾ ഞാനിതാ പരത്തി കൊടുക്കുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതേപോലെ തന്നെ പരത്തി ഇങ്ങനെയൊക്കെ ഇട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് മധുരം കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ കൂടുതലായിട്ട് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ശർക്കര. അപ്പോൾ നമുക്ക് വല്ലാതെ മധുരം ഇഷ്ടമല്ല. അപ്പോൾ അതിന് നമ്മൾ പാകത്തിലുള്ള മധുരത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ അടച്ച് നമ്മൾ നന്നായി അടച്ച് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഭാഗം നന്നായി മടക്കി കൊടുത്തിട്ട് നമ്മളിതങ്ങനെ തിരിച്ച് വയ്ക്കുകയാണ്. അപ്പം നല്ലതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അതുമാതിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കാൻ മാത്രമേ കേട്ടോ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തട്ടൊക്കെ വെച്ചിട്ട് നമ്മളിതാ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ നമ്മളിതാ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അടച്ച് നമ്മൾ തീ നന്നായി കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വെന്തിറക്കണോ ഇല്ലേ എന്നുള്ളത് അറിയാം. അപ്പോൾ 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളൊക്കെ വെന്തിറക്കണമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്, ആവി പോകുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഞാനിനി തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഉള്ളൊക്കെ വെന്തിറക്കണോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മളിതാ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇലയട, വിഷു സ്പെഷ്യൽ ഇലയട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഇവിടെ വിഷു സ്പെഷ്യലായിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക്